Я не встала, они не могут ехать. വലിയ യുദ്ധ സജ്ജീകരണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത തലവേദന സൃഷ്ടിക്കുകയാണ് ഇസ്രായേലിലെ പ്രകൃതിക്ഷോഭം. ഇസ്രായേലിലെ അഷ്ദോദ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലം ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. അതായത് അവിടെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുകയാണ്. വെള്ളപ്പൊക്കം മൂലം അവിടുത്തെ ഗതാഗത സൗകര്യങ്ങളും ആശയവിനിമയ കേന്ദ്രങ്ങളും അടക്കം അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ യുദ്ധ സജ്ജീകരണത്തിനിടയിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഘടകമാണ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് കഴിഞ്ഞ ദിവസമാണ് അഷ്ദോദിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. സർവകാല റെക്കോർഡുകൾ ഭേദിച്ചാണ് ഇത്തവണ ഇസ്രായേലിൽ മഴയുണ്ടായത്. ഈ മഴയെ തുടർന്നാണ് അഷ്ദോദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാന നഗരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. എന്നാൽ അഷ്ദോദ് എന്ന് പറയുന്ന നഗരത്തിൽ മാത്രമല്ല ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഈ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി മധ്യ ഇസ്രായേലിലും തെക്കൻ ഇസ്രായേലിലും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാരണം. ഇതോടുകൂടി തന്നെ മധ്യ ഇസ്രായേലിലെയും തെക്കൻ ഇസ്രായേലിലെയും വളരെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗങ്ങളടക്കം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. ഇനി ഈ മഴ മാത്രമല്ല, കടുത്ത രീതിയിലുള്ള ഇടിമിന്നൽ, മഞ്ഞുവീഴ്ച, കൊടുങ്കാറ്റ് എന്നിവയൊക്കെ വലിയ രീതിയിൽ ഇസ്രായേലിന്റെ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. യുദ്ധമുഖത്ത് അവർ സജീവമായി നിൽക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥ അവർക്ക് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്നു. ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം, കൂടാതെ ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, മഞ്ഞുവീഴ്ച എന്നീ ഘടകങ്ങളൊക്കെ കാലാവസ്ഥാപരമായി ഇസ്രായേലിനെ പിന്നോട്ടടിക്കുന്ന ഘടകമാണ്. അതേസമയം അഷ്ദോദിൽ ഇതുവരെയും മഴ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടി മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചിരുന്നത് എങ്കിലും ചൊവ്വാഴ്ച വൈകിട്ടും മഴ കുറയാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്കം കൂടുതൽ ശക്തമായി ഇനിയും തുടരുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ്. അതേസമയം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ പോലും ഈ പുതുവത്സര ദിനത്തിലും ഇസ്രായേലിലെ ഗസയ്ക്കുമേലുള്ള ആക്രമണം ഇസ്രായേൽ യാതൊരു തരത്തിലും കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 17ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട്. അതേസമയം ഗസയുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഈ 452 ദിവസം ഇസ്രായേൽ ഗസയ്ക്കുമേൽ നടത്തിയ ഈ ആക്രമണങ്ങളിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരിച്ച എണ്ണം 800 കടന്നു എന്നുള്ളതാണ്. അതായത് 800-ലധികം കുട്ടികളാണ് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഗസയിൽ മരിച്ചത്. അതും 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണക്ക് മാത്രമാണ് ഈ 800 എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം വലിയ രീതിയിൽ ഇസ്രായേൽ കൊന്നെടുക്കുമ്പോൾ പ്രകൃതി ഇസ്രായേലിന് നൽകിയ തക്കതായ ശിക്ഷയാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നുള്ളതാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.